ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ആദ്യത്തെ പബ്ലിക് റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ അടുത്തൊരു കട കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ ഇനി ആ കടയിലേക്ക് പോവാണ്. ഞാനിവിടെ അക്ഷയില് വന്നായിരുന്നു. രാവിലെ വന്നു. അപ്പൊ എന്റെ പേഴ്സ് കളഞ്ഞു. ഞാൻ മൊത്തം അവിടെയൊക്കെ നോക്കി. രാവിലെ വന്നിട്ട് വയറ് ഞാൻ അവിടെ കൊറേ കടയിലൊക്കെ ചോദിച്ചു. ആരും ഒന്നും തന്നില്ല. ഞാൻ ചോറ് വെച്ചില്ല മോളെ. കാര്യമില്ല, കാവിലെ പിന്നെ അന്നദാനം ഉള്ളതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ട് ചോറ് കൂടണ്ടേ. അവിടെയൊക്കെ നോക്കിയമ്മ കണ്ടില്ല. ചോറിരിക്കുന്നത് വേണമെങ്കിൽ ചായയും കേക്ക് മതിയാ. ഒന്നരായാലും വെള്ളമായാലും മതി. ചായയും കേക്ക് കൊടുക്കുന്നു. എന്റെ വീടവിടെ. എന്റെ വീട് കറ്റാതെ. എനിക്ക് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ പേടിയാവും. ആരെയും കൊണ്ട് വന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നു. എന്തിനൊന്നും അക്ഷയല്ല ആധാറിന്റെ ആവശ്യത്തിന്. ഇനി അത് ശരിയാക്കിയ അത് ശരിയാക്കി. ഹലോ കക്ഷയില്ലേ? കല്ലുവൊക്കെ അവിടെ തുറന്നില്ലായിരുന്നു. സൈറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. പഠിക്കുന്നു. ഞാൻ കോളേജില് ചാത്തൻ രസം കോളേജില്. എത്ര രൂപ ഉണ്ടായിരുന്നു പേഴ്സില 200 ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പേഴ്സിൽ വേറൊന്നും പൈസ അത്രയാണ്. ചെറിയ പേഴ്സായിരുന്നു. ചായ വേണ്ട, ഇച്ചിരി വെള്ളം മതി. വേണ്ട എന്തിനമ്മ? കോളേജിലാ ഹിസ്റ്ററി ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ അവിടെ മൊത്തം ഞാൻ ആദ്യം പേഴ്സെല്ലാം നോക്കി. പേടിച്ചിട്ട് പാരിപ്പള്ളി അക്ഷര എവിടെ കളഞ്ഞെന്ന് അറിയാൻ വയ്യ. ഞാൻ അവിടെയൊക്കെ കിടന്ന് നോക്കി. പിന്നെ വിശന്നിട്ട് ഏതെങ്കിലും കടയിൽ കയറി ചോദിക്കാന്ന് എഴുതി. വലിയ കടയിലൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും പറയും. വീട്ടിൽ പോകണോട്ട് പേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇതിനകത്തല്ല വെച്ചിരുന്നേ അല്ലേ? ഇവിടെ ഒന്ന് മനസ്സിലായി വായ്പടി ഇറങ്ങി നമ്മളെ ഒരു യൂട്യൂബിന്റെ ഇതിനൊരു വീഡിയോ എടുത്തതാ. അവിടുത്തെ ഓരോ കടയിൽ നമ്മൾ ചോദിച്ചു നോക്കി കഴിക്കാൻ വല്ലതും തരുമെന്ന്. പക്ഷെ ആരും ഒന്നും തന്നില്ല. പക്ഷെ മാമനൊക്കെ അത് തരാൻ തോന്നിയത്. വേണ്ട ഇല്ല, നമുക്കുണ്ട്. നമ്മളെ ഒരു വീട് ചെയ്തതാ. തരുമെന്ന് വെച്ച് കുറെ പേര് ഞങ്ങൾ ചോദിച്ചിട്ട് ആരും തന്നില്ല. ഈ കാലത്ത് ആഹാരം പോലും തരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ മാമന് തരാൻ തോന്നിയല്ലേ. ചായ വരെ ഇടാൻ ഞാൻ ചായ വേണ്ട വെള്ളം. മാമൻ എന്താ അവിടെ ചോദിച്ചോടനെ തരാൻ തോന്നി. അങ്ങോട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കടയിൽ ചോദിച്ചോ അമ്മ. നമ്മള് ചോദിച്ചോർ പെങ്കൊച്ചെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും കൊടുത്തില്ല. അവരിലൊന്നും ഇല്ല. അമ്മേനെയും കൂടെ വിളിക്കുവോ? മാമൻ കൊടുപ്പ അമ്മക്കും സത്യം പറഞ്ഞ സങ്കടം വന്നു. അമ്മ ഇതും വേണ്ട. ഇല്ല മാമ ഉണ്ട്. അമ്മേനെ കൂടെ വിളിച്ചായിരുന്നെങ്കിൽ. അമ്മയും കൂടെ നമ്മളെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അതിന്റെ വീഡിയോയുടെ ഭാഗമായിട്ട് വന്നായിരുന്നു. അപ്പോഴിവിടെ കുറെ കടയിൽ നമ്മൾ ചോദിച്ച് ഇതുപോലെ ആഹാരം എല്ലാം തരുമെന്ന്. അപ്പൊ ആരും ഒന്നും തന്നില്ല. കൊടുത്തില്ലേ? അതേപോലെ സന്തോഷമായി കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്ന ആരും ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. നിങ്ങൾക്കാണ് തരാനുള്ള മനസ്സ് വന്നത്. അമ്മക്ക് ഇങ്ങനെ തരാൻ തോന്നി. എനിക്ക് എന്തിനുണ്ട്? ഞങ്ങൾ സാധനം മേടിച്ചോണ്ട് പോവാം. ശരി, ഞാൻ ഫോൺ മേടിക്കാം.
ഏത് ചാനല്? ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയതാ യൂട്യൂബ്. യൂട്യൂബ് ചാനല്. അതിന്റെ ഓണറാണോ അത്? ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാ. സത്യം ട്രൈ ചെയ്താണ് ഇവിടെ നമ്മൾ പിന്നെ തുടങ്ങാം. കണ്ട ആരെങ്കിലും തിരിച്ചറിയത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. എന്തായാലും സന്തോഷായി. നിങ്ങൾ കൊടുത്തല്ലേ ചോദിച്ച ഉടനെ? ആരും അങ്ങനെ കൊടുക്കത്തില്ല. നമ്മൾ പ്രത്യേകിച്ച് ആഹാരം കേരളീയരുടെ മുഖ്യ ഘടകം. സംശയമാണ് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കേ. അതിനെ സിനിമ നടിയാവും കേട്ടാ. പക്ഷെ ഞങ്ങൾ സന്തോഷായി. നീ സിനിമ നടിയാവുമ്പോ ഇവിടെ വന്നാ മതി. സിനിമ നടിയാകണം കേട്ടാ. ആക്കും അതല്ലേ അവള്. നമ്മൾ ആദ്യം തുടങ്ങുന്നേ ഉള്ളു. അത് തന്നെ അവസാനം സിനിമ നടിയൊക്കെ ആയിട്ട് ലോക പ്രശസ്തയായിട്ട് വരെ. ഓ പേരെന്തരി? ഉണ്ട് വിദ്യ. 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 നിങ്ങളുടെ പേരെന്താ? ഗീത. തന്നിട്ടുണ്ട് സന്തോഷായിട്ടാ. അച്ഛനെ തന്നില്ലേ? അച്ഛനെ കൂടെ സന്തോഷം. ശരിയാ ചായ വരെ ഇടാൻ പോയേണ്. അങ്ങനെ അറിയണം തന്നോ? അതാ വെള്ളം ഞാൻ തന്നാ? പറഞ്ഞ ചായ കണ്ട വെള്ളം തന്നാ മതി. അങ്ങനെ ആഹാരം നിറച്ച് കഴിച്ചിട്ടാണ് കള്ളത്തരം പറയാൻ വന്നതല്ലേ? അത് തരുമോന്ന് അറിയാൻ വേണ്ടി പകുതി പോലും നിങ്ങൾ തരത്തില്ല. അഭിനയത്തിന് വന്നതല്ലേ? കൊറേ കട ചോദിച്ചു പക്ഷെ ആരും തന്നേന്നുമില്ല. ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അത് ഞങ്ങളെ നാട്ടിൽ ആൾക്കാരില്ലെന്നാണ് പറയേണ്ടത്. ഉണ്ടെന്നല്ല. ആഹാരം തന്നതല്ല, ആഹാരം തരാതിരുന്നേ. ഒരുപാട് പേരും തരാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മളെ ചാനലിൽ ഹായ് കൊടുക്കുവോ? ഹായ്. ഹായ്.